അപ്പോൾ ഈ പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം, പെരിയാരം മെഡിക്കൽ കോളേജിൽ എൻ്റെ മകൾക്ക് NRI കോട്ടയിൽ പ്രവേശനം ലഭിച്ച് സംബന്ധിച്ച് വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. മകളുടെ MBBS പ്രവേശനവുമായി ബന്ധപ്പെട്ട് എൻ്റെ മകളെ നിങ്ങളിൽ പലർക്കും അറിയാം. മകൾ തിരുവനന്തപുരം കോട്ടങ്ങൽ സ്കൂളിലാണ് പഠിച്ചത്. A ഗ്രേഡോടുകൂടി SLCയും അതുപോലെ തന്നെ +2 പാസ്സായ കുട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച നടനും നടിക്കുമെല്ലാമുള്ള അംഗീകാരം നേടിയ കുട്ടിയാണ്. കലാരംഗത്ത് ഏറെ പ്രതിഭ തെളിയിച്ച ഒരു കുട്ടിയാണ്. അത് മാധ്യമങ്ങൾ തന്നെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും തുടർച്ചയായി നിരവധി കലോത്സവ വേദികളിൽ നിരവധി സമ്മാനങ്ങൾ ആരിക്കുട്ടിയ കുട്ടിയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ +2 ആയപ്പോൾ ഒരു രക്ഷിതാവെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിനി അടുത്ത പഠനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിയെങ്കിലും MBBSന് ചേരാൻ കോച്ചിങ് ക്ലാസ്സിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കലാപ്രവർത്തനത്തിനിടയിൽ കോച്ചിങ് ക്ലാസ് നന്നായി കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ശ്രദ്ധിക്കാൻ നമുക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്താക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഈ പ്രവർത്തനത്തിനുള്ള ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ കൂട്ടായ ആലോചനയാണ് കുടുംബത്തിലെടുക്കാറുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ ഡോക്ടർ ആകണമെന്നാണ് മോളാഗ്രഹം. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതി വേണ്ടത്ര അതിന് കോച്ചിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. റാങ്ക് ലിസ്റ്റിലുണ്ട്, എന്നാലും മെറിറ്റ് കിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ആണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പെരിയാരം മെഡിക്കൽ കോളേജിൽ ചേർക്കാമെന്നൊരു ആലോചന നടത്തി. അങ്ങനെ ആലോചന നടത്തുമ്പോൾ കുട്ടിയുടെ മാമനാണ് അത് അവിടെ NRIയിലാകുമ്പോൾ അതിനൊരു പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് നമ്മളവിടെ പ്രവേശനമായിട്ടുള്ള മാമനാണത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവിടെ പ്രവേശനം നേടി. ആ ചർച്ച നടത്തി അങ്ങനെ പ്രവേശനം നേടിയാണ്. ആ പ്രവേശനത്തിലൊരു അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കോളേജ് അധികൃതർ ഇതിനകം തന്നെ വ്യക്തമാക്കിയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉണ്ടാക്കി. ഒരു കുട്ടി അഡ്മിഷൻ നേടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുണ്ടായപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാവിനോട് സ്വാഭാവികമായും ഇത് പുറത്ത് പറയുന്ന അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്ന മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കണമായിരുന്നു. ഒരു മാധ്യമങ്ങളും എന്നോട് ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല. എന്നോട് പറയാണ്ടാണ് കള്ളപ്രചരണം നടത്തിയത്. ഞാൻ ഒരുപാട് കാശ് 45 ലക്ഷം രൂപ അവിടെ അടച്ചു എന്നല്ലാണ് പത്രങ്ങളിൽ ചില പത്ര സുഹൃത്തുക്കൾ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. എത്ര പൈസ അടച്ചു എന്ന് കൃത്യമായിട്ട് പെരിയാരം മെഡിക്കൽ കോളേജിൽ എൻ്റെ ചെയർമാൻ ഇന്നലെ അതിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് അവിടെ ഫീസ് ഇനത്തിൽ അടച്ചിട്ടുള്ളത്. 50 ലക്ഷമാണ് ഫീസ്. ഈ 50 ലക്ഷത്തിൽ 5 ലക്ഷം രൂപയുടെ NRI ചെക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അനിൽകുമാറിന്, എൻ്റെ ഭാര്യ സഹോദരൻ്റെ. എന്നാൽ പത്രങ്ങളിൽ പലരും പ്രചരിപ്പിച്ചത് 50 ലക്ഷത്തോളം പൈസ അടച്ചു. ഇത് 5 കൊല്ലത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ട പൈസയാണ്. 5 കൊല്ലത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ട പൈസയാണ്. അതാണ് ഇങ്ങനെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. തെറ്റാണ്. 50 വർഷം അടച്ചു അല്ലെങ്കിൽ 45 ലക്ഷം അടച്ചു എന്നൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റാണ്. 5 ലക്ഷം രൂപയുടെ NRI ചെക്ക് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. 50 ലക്ഷം അടക്കാനുള്ള 5 കൊല്ലത്തിനുള്ളിൽ അടക്കാനുള്ള വരുമാനം ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചാണ്. ഞങ്ങൾക്കതിനുള്ള ശേഷിയുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് MBBSന് ചേർത്തത്. പക്ഷേ ഇതൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഞങ്ങളെടുക്കേണ്ട ചില സമീപനങ്ങളുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, അത് നിങ്ങളിൽ പലർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ പത്രരംഗത്ത് വന്ന പുതിയ ആളുകളുണ്ട്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ ഇപ്പോൾ DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയുള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്നവരുണ്ട്, അറിയാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനായ ഞങ്ങൾ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു രക്ഷിതാവും കൂടിയാണ്. ഒരു രക്ഷിതാവാണ്, ഒരു കുടുംബനാഥനാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ആ കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു രക്ഷിതാവ്
എടുക്കേണ്ട അങ്ങനെ പഠിപ്പിക്കാനും കൂടെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിലാണ് ഞാനത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനൊരു രക്ഷിതാവാണെങ്കിലും ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. SFIയുടെയും DYFIയുടെയും എല്ലാം പ്രവർത്തിച്ചു വന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ എനിക്ക് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ മാത്രം ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഇടതുപക്ഷ പ്രവർത്തകൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണമെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ചേർത്തിട്ടില്ലേ, ഒരുപാട് പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അല്ലാത്തവരും എല്ലാവരും കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഇതിങ്ങനെ ഇത്രയും വിവാദമാക്കിയത് എന്തുകൊണ്ടാണ്? ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ അത് ചിന്തിക്കണം. ഞാൻ എൻ്റെ മകൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. തൽക്കാലം എൻട്രൻസ് ക്ലാസ് വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവളത് MBBSന് ചേർക്കേണ്ടതില്ല എന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു പാളിച്ച വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സഹാക്കളോടും സുഹൃത്തുക്കളോടും തുറന്നു പറഞ്ഞ ഒരു പ്രയാസമില്ല. അത് ഞാൻ അങ്ങനെ തന്നെ ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ എൻ്റെ പ്രസ്ഥാനമാണ്. അത് ഞാൻ കുടുംബത്തിനേക്കാളും പ്രസ്ഥാനത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂട്ടായി ആലോചിച്ചാണ്, വീട്ടിലെല്ലാവരും കൂടി ആലോചിച്ചാണ്. എന്നെ രമേശൻ എന്ന ഞാൻ കരിമ്പിളി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന എന്നെ ഈ നിലയിൽ നിന്ന് എത്തിച്ചത് എൻ്റെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് പോറേൽക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു തീരുമാനം എൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എന്നാൽ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മകളുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഞാനതിന് അമ്മമാരും അതുപോലെ തന്നെ വീട്ടുകാരെല്ലാം കൂടി മകൾ ഡോക്ടറാകണം എന്ന ആഗ്രഹവും അവർക്ക് കൂടുതലുണ്ടായി. അവളുടേതായ തെറ്റല്ല. എന്താ വെച്ചാൽ അവൾ കലാരംഗത്ത് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് എൻട്രൻസ് കോഴ്സിന് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല, വേണ്ടത്ര രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എനിക്കും ആ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പൊതുപ്രവർത്തനത്തിനിടയിൽ. അതുകൊണ്ട് ആ കുട്ടിയെ അപ്പോൾ ആ സമയത്ത് അതെല്ലാം ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. കുട്ടിയുടെ വിദ്യാഭ്യാസം അതിനേക്കാൾ ഉപരി ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ എൻ്റെ വ്യക്തി എന്നതിനേക്കാൾ ഉപരി എൻ്റെ പ്രസ്ഥാനമാണ്. എന്നെ ഞാനാക്കിയത് പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് കുടുംബസമേതം ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഞങ്ങളെടുക്കുന്നു. ഞങ്ങൾ NRI കോട്ടയിലെ പ്രവേശനം ഞങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാനും എൻ്റെ വീട്ടുകാരും എടുത്തിട്ടത്. അത് ഞാൻ വലിയ പറഞ്ഞിട്ടുണ്ട്. ഒരു പുരോഗമന പ്രസ്ഥാനത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ മകളുടെ വിദ്യാഭ്യാസ കാര്യം വന്നപ്പോൾ രാഷ്ട്രീയവും ധാർമ്മികവുമായി ജാഗ്രത പുലർത്തുന്നതിൽ എനിക്ക് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഞാനൊരു രക്ഷിതാവായി ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അത് ചുരുങ്ങിപ്പോകരുതായിരുന്നു. രക്ഷിതാവ് എന്ന നിലയിലുള്ള ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും കീഴ്പ്പെട്ടു പോയത് ഒരു പോരായ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്ക് സംഭവിച്ച ആ പിഴവ് ജനങ്ങളോടും സഖാക്കളോടും തുറന്നു സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ കാരണം എൻ്റെ പ്രസ്ഥാനത്തിന് ഒരു പോറലും ഉണ്ടാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇതുമൂലം സഖാക്കൾക്കും പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെയും കുടുംബത്തിൻ്റെയും താല്പര്യത്തെക്കാളും രക്ഷിതാവ് എന്ന നിലയ്ക്കുള്ള ആഗ്രഹങ്ങളെക്കാളും പ്രാധാന്യം പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കുപരിയായി മറ്റൊന്നും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ മകളുടെ MBBS സീറ്റ് ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. പിന്നെ ഇതിന് പുറമെ എനിക്കെതിരായിട്ട് ഇന്ന് പല പത്രങ്ങളിലും ചില ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളുടെ വസ്തുത പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വസ്തുത അന്വേഷിക്കണ്ടേ? ഞാൻ എങ്ങനെയാണ് ഞാൻ പൊതുപ്രവർത്തനം മാത്രമാണോ? ഞാൻ DYFIയുടെ സംസ്ഥാന ട്രഷറർ മാത്രമാണോ? വേറെ ഏതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നെല്ലാം അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാത്തതിൽ എനിക്ക് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ചിട്ട് വാർത്തകൾ കൊടുക്കണമായിരുന്നു. ഞാനും ഒരു പത്രപ്രവർത്തകനായിരുന്നു. കാഞ്ഞങ്ങാട് ദീർഘകാലം 6-7 വർഷക്കാലം കാഞ്ഞങ്ങാട് പ്രസ് പ്രവർത്തനത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പഠിക്കുന്ന സമയത്തെ അധ്വാനിച്ച് പഠിക്കുക എന്നൊരു താല്പര്യം എനിക്കുള്ളതാണ്. ഞാൻ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു
നല്ല രീതിയിൽ കാഞ്ഞങ്ങാട് ഞാൻ പറയാം, എൻ്റെ കുടുംബത്തിൻ്റെയും വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാം സുതാര്യമാണ്, ആർക്കും എൻ്റെ കൈ ശുദ്ധമാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്തും എഴുതാമെന്ന രീതിയിലാണ് പല സുഹൃത്തുക്കളും എഴുതിയിട്ടുള്ളത്. ഒന്ന് അന്വേഷിച്ച് എഴുതേണ്ടതായിരുന്നില്ലേ? എന്താണ് ഞങ്ങളുടെ വരുമാനം? എൻ്റെയും കുടുംബത്തിൻ്റെയും വരുമാന സ്രോതസ്സുകൾ സുതാര്യമാണ്. ഈ കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല. കഴിഞ്ഞ 20 വർഷമായി സാമാന്യം നല്ലൊരു ബിസിനസ് ഞാൻ നടത്തി വരുന്നുണ്ട്. ഏതാണ്ട് ഇത്രയും കാലമായി എൻ്റെ ഭാര്യ ഖാദി ബോർഡിലും ജോലി ചെയ്തു. ഇതിലൂടെയെല്ലാം ഭേദപ്പെട്ട വരുമാനം എനിക്കും കുടുംബത്തിനും ലഭിക്കുന്നുണ്ട്. ഇത് എന്നെ അടുത്തറിയുന്ന എല്ലാ സഖാക്കൾക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും അറിയില്ലല്ലോ. കേരളത്തിൽ മുഴുവൻ ആളുകൾ DYFIയുടെ സംസ്ഥാന ട്രഷറർ എല്ലാവർക്കും അറിയാം, പക്ഷെ അടുത്തറിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ആളുകൾക്ക് തെറ്റിദ്ധരിക്കാം. അത് കൃത്യമായിട്ട് പയ്യന്നൂർ ഖാദി സെൻറ്ററിൽ, പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ നിന്നാണ് എനിക്കുള്ള വരുമാനം. അന്വേഷിച്ചാൽ ആ വരുമാനത്തിൻ്റെ സ്രോതസ്സ് കിട്ടും. കൃത്യമായി ടാക്സ് അടച്ച് കിട്ടുന്ന പൈസയാണ്. സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ടാണ് പൈസ വാങ്ങാൻ. അത് കാസർഗോഡ് പത്ര സുഹൃത്തുക്കൾക്കെല്ലാം അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന് കീഴിൽ തന്നെയാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്. ഒരു ഖാദി മാനേജർ എന്നതിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. 2-3 ആളുകളവിടെ 2-3 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓണത്തിനും വിഷുവിനെല്ലാം നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് സീസൺ സമയത്തൊക്കെ. ഇതൊക്കെ നാട്ടിൽ ജനങ്ങൾ പറയണ്ടേ? അതൊന്നും പറയാണ്ട് രമേശൻ ഇങ്ങനെ അനധികൃതമായി ചേർക്കുന്നതല്ല നിങ്ങൾ പ്രചരിപ്പിച്ച്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. ആ നിലയിൽ നല്ല ഒരു ബിസിനസ് സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട് എന്നതുകൂടി അറിയിക്കാൻ